ഹായ് ഫ്രണ്ട്സ്, 1993 മധുമുട്ടൻ തിരക്കഥ എഴുതി ഫാസിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൺചിത്രത്താഴ് സിനിമയുടെ ലൊക്കേഷനുകളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസ് മ്യൂസിയത്തിലാണ്. ഈ സ്റ്റെപ്പുകളെല്ലാം കയറി വേണം നമുക്ക് ആ പാലസിൻ്റെ മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സിനിമയിലെ മാടമ്പി തറവാടിൻ്റെ കുറേയധികം സീനുകൾ ഈ ഹിൽ പാലസ് മ്യൂസിയത്തിൽ വെച്ചിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഇന്നസെൻറ്റും ഗണേഷ് കുമാറും കൂടിയിട്ട് മാടമ്പള്ളിയുടെ താക്കോൽ എടുക്കാനായിട്ട് വരുന്ന ഒരു സീനിൽ ഈ ഭാഗം കാണിക്കുന്നുണ്ട്. അതിൽ ഈ പ്രതിമകളൊക്കെ ആ സീനിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നസെന്റ് അഭിനയിച്ച ഉണ്ണിത്താൻ മേട പെയിന്റ് അടിക്കാൻ ഏൽപ്പിച്ച ദാസപ്പനെ അന്വേഷിച്ച് ഈ മേടയിലേക്ക് വരുന്നൊരു സീനിൽ ഈ സ്റ്റെപ്പുകളെല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്. പാലസിലെ ഈ വരാന്തയും സിനിമയിലെ ഒരുപാട് സീനുകളായിട്ടുള്ള മറ്റൊരു ബിൽഡിംഗ് ആണിത്. സിനിമയുടെ തുടക്കത്തിൽ ഉണ്ണിത്താൻ ഈ മേടയിലേക്ക് കയറി വരുന്നൊരു സീനിൽ ഈ പാലസിന്റെ ഇവിടെ നിന്നുള്ളൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ താക്കോൽ എടുക്കാനായിട്ട് ഇന്നസെന്റും ഗണേഷ് കുമാറും കൂടി രാത്രി വരുന്നൊരു സീനിലും പാലസിന്റെ ഈ ഭാഗം കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് അല്ലി ശോഭനയ്ക്ക് തെക്കിനിയുടെ താക്കോൽ കൊണ്ടുകൊടുക്കുന്ന ആ സീനൊക്കെ എടുത്തിരിക്കുന്നത്. പാലസിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു കുളിപ്പുരയാണിത്. ഇവിടെ നിന്ന് കുളത്തിലേക്ക് പോകുന്ന ഈ വഴിയിൽ വെച്ചിട്ടും സിനിമയിലെ ഒരുപാട് സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. മോഹൻലാലും സുധീഷും തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങളും ശോഭനയും KP ലളിതയും തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങളുമാണ് ഇവിടെ വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. മൺചിത്രത്താഴ് സിനിമയുടെ അടുത്ത ലൊക്കേഷനായ തമിഴ്നാട്ടിലെ തക്കലയിലുള്ള പത്മനാഭപുരം പാലസിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മനോഹരമായ ഈ പാലസിന്റെ ഉൾവശങ്ങളാണ് സിനിമയിൽ കൂടുതലായി കാണിക്കുന്നത്. ഗംഗ അല്ലിയെ മുറിയിൽ പൂട്ടിയിടുമ്പോൾ സണ്ണിയും നകുലിനും കൂടിയിട്ട് ഡോറ് ചവിട്ടി പൊളിക്കുന്ന സീനൊക്കെ എടുത്തിരിക്കുന്നത് ഈ വരാന്തയിൽ വെച്ചിട്ടാണ്. വരുവാനില്ലായ്മയും തുടങ്ങുന്ന സോങ് സീനിൽ നകുലനും ഗംഗയും കൂടി നടന്നു വരുന്നത് ഇതിലൂടെയാണ്. ആ സോങ് സീനിൽ തന്നെ ശോഭന ഒരു ഡോറ് തുറക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതെടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. നകുലൻ ഗംഗയുടെ രോഗം മനസ്സിലാക്കിയതിന് ശേഷം സണ്ണിയുമായിട്ട് തർക്കിക്കുന്ന ഒരു സീനുണ്ട്. അതെടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. ഗംഗയുടെ മാനസിക രോഗം സണ്ണി നകുലന് വിശദീകരിച്ചു കൊടുക്കുന്ന ആ സീനുകളൊക്കെ എടുത്തിരിക്കുന്നത് ഈ റൂമിൽ വെച്ചിട്ടും ഈ വരാന്തയിൽ വെച്ചിട്ടുമാണ്. രാമനാഥൻ നാഗവല്ലിനെ ഡാൻസ് കളിച്ചിങ്ങനെ കൊണ്ടുവരുന്ന സീനൊക്കെ എടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. ഇവിടെ വെച്ചാണ് ഗംഗ നാഗവല്ലിയുടെ ചലങ്കയുടെ പേരിൽ സണ്ണിയുമായിട്ട് തർക്കിക്കുന്നത്. ഇത് പത്മനാഭപുരം പാലസിന്റെ നൃത്തമണ്ഡപമാണ്. ഈ നൃത്തമണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഒരു മുറൈ വന്ന് പാത്തായ എന്ന സോങ്ങിലെ ഗംഗ നാഗവല്ലി ആയതിനു ശേഷം കളിക്കുന്ന ആ ഡാൻസ് സീനുകളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്.
തക്കലയിലെ പത്മനാഭപുരം പാലസിനോട് ചേർന്നുള്ളൊരു കുളമാണിത്. പെരുമാൾ കുളം എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ കുളത്തിൻ്റെ മുമ്പിലുള്ള ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടും കുളത്തിൽ വെച്ചിട്ടും മൺചിത്രത്താഴ് സിനിമയിൽ ഒരുപാട് സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. കുതിരവട്ടം പപ്പുവും ഗണേഷ് കുമാറും തമ്മിലുള്ള ഒരു കോമഡി സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷി അല്ലോ? എന്താ മോളെ സ്കൂട്ടറില്? പെരുമാൾ കുളത്തിനോട് ചേർന്നുള്ള ഈ വഴിയിൽ വെച്ചിട്ടാണ് ഇന്നസെൻറ്റും ഗണേഷ് കുമാറും തമ്മിൽ കണ്ടുമുട്ടുകയും ഇന്നസെൻ്റ് തറയിൽ കക്കൂസിൽ പോകണമെന്ന് എഴുതിയിട്ട് ഗണേഷ് കുമാർ സൈക്കിളിൽ കൊണ്ടുപോകുന്ന ആ സീനൊക്കെ എടുത്തിരിക്കുന്നത്. തക്കരയിൽ നിന്ന് ഞാൻ അടുത്തായി വന്നിരിക്കുന്നത് തലക്കുളം എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെയുള്ള വേലുത്തമ്പി ദളവ മെമ്മോറിയലിൽ വെച്ചിട്ടാണ് ഗംഗയുടെ ചെറുപ്പകാലത്തെ സീനുകളെല്ലാം ചിത്രീകരിച്ചിട്ടുള്ളത്. സണ്ണിയും ചന്തുവും കൂടിയിട്ട് ഗംഗയുടെ ചെറുപ്പകാലം അന്വേഷിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിൽ ഗംഗയുടെ തറവാടായിട്ട് കാണിക്കുന്നത് ഈ വീടാണ്. ചെറുപ്പത്തിൽ ഗംഗ മുത്തശ്ശിയുടെ മടിയിൽ ഇരുന്നിട്ട് കഥ കേൾക്കുന്ന സീനുകളും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വെച്ചിട്ടാണ്. മൺചിത്രത്താഴ് സിനിമയുടെ ലൊക്കേഷനിലായിട്ടുള്ള ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.